പാചകത്തിന് പാത്രങ്ങൾ ഒരുപാടുണ്ട് പോലെ പലതരത്തിൽ ഫ്രൈയിങ് പാനും സ്റ്റീൽ കലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മൺപാത്രത്തിലെ പാചകം ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. സ്വാദിൽ ഉൾപ്പെടെ ഗുണമേറെയുണ്ട് എന്നതാണ് ഇതിന് കാരണം. എന്നാൽ പ്രതിസന്ധികൾ ഏറെയുണ്ട് പരമ്പരാഗത മൺകല നിർമ്മാതാക്കൾക്ക്. പക്ഷെ കുലത്തൊഴിലായ ഈ പണി അത് നിർത്താൻ ചിലരെങ്കിലും ഇപ്പോൾ തയ്യാറാവുന്നില്ല. അവരിപ്പോഴും സജീവമായി തന്നെ ഈ മേഖലയിലുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു 10-15 വയസ്സാകുമ്പോൾ ഈ പണി പഠിച്ചു. ഇത് ചെറുപ്പത്തിൽ പഠിച്ചാലേ ഇത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വലുതായി കഴിഞ്ഞാൽ നമ്മളിത് ചട്ടി ഉണ്ടാക്കാൻ കഴിയൂല. അതേപോലെ നമ്മളെ കാല് വണങ്ങൂല. ഇതൊക്കെ ഇത് ഇരുന്ന് മേടണം. ഇതിപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഹോൾസാണ്. അപ്പോൾ ഇരുന്ന് നമ്മൾ കല്ലും കൊട്ടുകൂടിയിട്ട് ഇത് മേടി ലെവലാക്കിയാലേ നമ്മൾ ചട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അത് കുറേ പ്രായമായി കഴിഞ്ഞാൽ ഇത് വണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ കാലത്തും ചട്ടികൾക്കും മൺകലങ്ങൾക്കും ഡിമാൻഡുണ്ട്. പരമ്പരാഗതമായി ചെയ്തു വന്ന തൊഴിലാണ്. പ്രതിസന്ധികളുണ്ടെങ്കിലും അത് തുടരുക തന്നെ വേണമെന്നാണ് ഇവരുടെ നിലപാട്. ഈ അടുത്ത തലമുറയ്ക്ക് ഇത് ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്കാർ എന്താണ് ഇത് ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ പിടിക്കും നമ്മളെ കയ്യിൽ പൈസ വരാമെന്നുണ്ടെങ്കിൽ. ഇന്നത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ പണിയെടുത്താൽ വൈകുന്നേരം ആകുമ്പോൾ പൈസ കിട്ടും. ഇതങ്ങനെ കിട്ടില്ല. ഇത് നമുക്ക് കൂടുതൽ ചിലവുകൾ ആദ്യം നമ്മൾ ചിലവാക്കണം. ചകിരി വേണം, വിറക് വേണം, വൈക്കോല് വേണം, മണ്ണ് വേണം. ഇതിനൊക്കെ കാശ് ആദ്യം നമ്മൾ ചിലവാക്കണം. മൺകൂജകൾ വേനൽക്കാലത്തെ VIP ആണ്. ഈ തൊഴിൽ അന്യം നിന്ന് പോകരുതെന്നാണ് ഇവരുടെ പ്രത്യാശ. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കണം എന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതെനിക്ക് സഹായങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേ ഇത് നിലനിന്ന് പോവുള്ളൂ. പിന്നെ കുട്ടികൾക്കും തന്നെ അതിന് താല്പര്യം കൊടുക്കണം എല്ലാവരും. അപ്പോഴത് നിലനിന്ന് പോവുള്ളൂ. കളിമണ്ണ് ഭാഗമാക്കുന്നതും മിനുക്കാൻ വേണ്ടി കല്ലുകൊണ്ട് ഉരയ്ക്കുന്നതും തുടങ്ങി പരമ്പരാഗത ശൈലികളിലൊന്നും പരിഷ്കാരം വന്നിട്ടില്ല. നല്ല മൺകലത്തിലുള്ളൊരു മീൻകറി മലയാളികളുടെ പ്രിയപ്പെട്ട രുചികളിലൊന്നാണ്. കാലമേറെ മാറിയെങ്കിലും ഈ മൺകല നിർമ്മാണത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് പരമ്പരാഗതമായ രീതിയിൽ തന്നെ നിലനിൽക്കണമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ക്യാമറാമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുണാമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.